ഹോയ് പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതാ ഈ ഒരു ചോദ്യം നോക്കിയാലോ. വാ പഠിച്ചരാട്ടോ പഠിപ്പിച്ചരാ. 5^2 into 7^2 എത്ര ഘടകങ്ങളുണ്ട്? ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് ഇറ്റ് 5² into 7²? മക്കളെ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ ഈ ഡിനോമിനേറ്റർ അല്ല, ഈ ബേസ് ആയിട്ട് വരുന്ന നമ്പർ സെയിം ആണെന്നോ, ബേസ് ആയിട്ട് വരുന്ന നമ്പർ പ്രൈം നമ്പർ ആണോ, അതായത് ഒരു അഭാജ്യ സംഖ്യ ആണോ നോക്കുക. ആണ്. ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ എന്നൊക്കെ അറിയണം കേട്ടോ. നമ്മുടെ ലൈവിലൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മക്കൾ മനസ്സിലാക്കിക്കോ. 5 ഒരു പ്രൈമാണ്, 7 ഒരു പ്രൈമാണ്. അങ്ങനെ പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുവാണെങ്കിൽ, അഭാജ്യ സംഖ്യകളായിട്ട് വരുവാണെങ്കിൽ ഈ 2 കണ്ടോ, ഈ തലയിലുള്ള 2, ആ 2നോട് ഒന്നായിട്ട് കൂട്ട്. അതേപോലെ ഈ തലയുള്ള 2 കണ്ടോ, അതിനോട് ഒന്നായിട്ട് കൂട്ട്. അപ്പോൾ 1 കൂട്ടിയിട്ട് ഇതാ 2 1 കൂട്ടിയ 3, 2 1 കൂട്ടിയ 3, 3 3 ഗുണിച്ചാൽ എത്രയാ? 9 ഫാക്ടേഴ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര ഘടകങ്ങളുണ്ട്? ഒരേ പൊളി 9 ആണ്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ എന്തേ വേമ്പ ഞാൻ എന്ത് ചെയ്യാം, ഒരു ചോദ്യം തരാം. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? പെട്ടെന്ന് ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് ഇറ്റ് 5² into 7³ എന്ന് പറഞ്ഞതിന് താഴത്ത് സാറിന്റെ ഫീഡ്ബാക്കിന്റെ കൂടെ ഇട്ടോളാം. വേഗം വായോ, നമുക്ക് ലൈവുകളൊക്കെ ഉണ്ട്, വരണം. ബൈ.